എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് നാളെ മുതൽ വരുന്ന പുതിയ മൊബൈൽ സിം കാർഡ് നിയമം മൂലം പലരുടെയും മൊബൈൽ ഫോണുകളിൽ വാട്സപ്പ് കിട്ടാത്ത അവസ്ഥ വരുവാൻ പോകുന്നതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. പ്രധാനമായിട്ടും ഫോണിലെ സിം ഊരി മാറ്റിയാൽ വാട്സപ്പ്, ടെലിഗ്രാം പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത സംവിധാനം, അതായത് സിം ബൈൻഡിംഗ് പ്രാബല്യത്തിൽ വരികയാണ്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളും ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും തടയുവാനാണ് കേന്ദ്ര ടെലികോം വകുപ്പ് ഈ ഒരു കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന OTP ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ വെരിഫിക്കേഷൻ നടത്തിയാൽ പിന്നീട് സിം കാർഡിൽ ഫോൺ ഇല്ലെങ്കിലും ആപ്പ് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ പുതിയ സിം ബൈൻഡിംഗ് നിയമപ്രകാരം ഏത് സിം കാർഡിലാണോ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ആ സിം കാർഡ് ഫോണിൽ സജീവമായി ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പിന്റെ സേവനം ലഭ്യമാവുകയുള്ളൂ. പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന സിം കാർഡ് ഉരി മാറ്റുകയോ അല്ലെങ്കിൽ അത് നിഷ്ക്രിയമാവുകയോ ചെയ്താൽ വാട്സപ്പ്, ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഉടൻ പ്രവർത്തനം നിലയ്ക്കുന്നതാണ്. ആപ്പ് വീണ്ടും പ്രവർത്തിക്കണമെങ്കിൽ അതേ സിം കാർഡ് തന്നെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് തട്ടിപ്പുകാർ വ്യാജമായിട്ട് മറ്റൊരാളുടെ നമ്പർ ഉപയോഗിക്കുന്നത് അസാധ്യമാകുന്നതാണ്. കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. പുതിയ ഉത്തരവ് പ്രകാരം കമ്പ്യൂട്ടറിലെ വാട്സപ്പ് സെക്ഷനുകൾ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗൌട്ട് ആകണം. വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ പ്രൈമറി ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്ത് റീ ഓതന്റിഫിക്കേഷൻ നടത്തേണ്ടത് നിർബന്ധമാണ്. വാട്സപ്പ് കൂടാതെ ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ്, ജോഷ് തുടങ്ങിയ OTP വഴി പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ ഒരു നിയമം ബാധകമായിരിക്കും. 2026 ഫെബ്രുവരി 28 ഈ ഒരു മാറ്റങ്ങൾ നടപ്പിലാക്കുവാനാണ് കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. UPI ബാങ്ക് ആപ്പുകൾക്ക് ഈ രീതിയിൽ സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.